അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരുപാട് പോരായ്മകളും കുറവുകളും എല്ലാം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എന്തെല്ലാം പോരായ്മകളാണ് ഉള്ളത് അതൊക്കെ കമൻറ്റ് ബോക്സിലും അല്ലാതെ അറിയിച്ച് അതൊക്കെ തിരുത്തി മെച്ചപ്പെടുത്താൻ പറ്റുമല്ലോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാമായ മിസ്റ്റർ ജംഷീർ കണ്ടോത്ത്, നമ്മുടെ കൂടെ മദ്ഹ് പാടാനും എല്ലാത്തിനും കൂടെ ഉണ്ടാവുന്ന എൻ്റെ ബോസും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ഒപ്പമാണ് ഞങ്ങൾ പോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഉംറ നിർവഹിക്കുക എന്നുള്ളത്. അതെൻ്റെ മാത്രമല്ല, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഭിലാഷമായിരിക്കും മക്ക മദീന കാണുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും അല്ലാഹു തആല കാണാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും ഒരുപാട് സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഉംറ നിർവഹിക്കാനും അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് ചെല്ലാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് വൺ ഓഫ് ദ വേൾഡിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈ എമിറേറ്റ്സിൽ വന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല മികച്ച സർവീസുള്ള, ഏറ്റവും നല്ല മുൻനിരയിൽ നിൽക്കുന്ന ഫ്ലൈറ്റിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. If we need to evacuate, leave all your bags. ഞങ്ങൾ ദുബായിൽ നിന്നാണ് സൗദി അറേബ്യയിലേക്ക്, അതായത് ജിദ്ദ എയർപോർട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഉണ്ട്. അത് സൗകര്യം പോലെ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം വിടാൻ ഞാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യം നമ്മൾ അവിടുന്ന് ദുബായിൽ ഏകദേശം ഒരു 12ഓളം ദിവസത്തെ യാത്ര നടത്തിയതിന് ശേഷമാണ് ദുബായിൻ്റെ ഏകദേശം എല്ലാ ബോർഡറിലേക്കും എത്താനും സാധിച്ചു, അൽഹംദുലില്ലാഹ്. അതിന് ശേഷമാണ് നമ്മൾ ഉംറയ്ക്ക് വേണ്ടി പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. Supervisors Mohammed from Morocco and Adrian from Bulgaria. The address of the crew, look at your safety and comfort. Obviously, you can follow the progress of the flights on the Airshow channel. We are anticipating a fairly good weather condition for our route. بسعيكم نحو السلام كانت بداية. നമുക്ക് മെനു കിട്ടിയിട്ടുണ്ട്. ഫുഡിന് വേണ്ടിയിട്ടുള്ള മെനു നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതാണ് എടുക്കേണ്ടതെന്നുള്ളൊരു ഡിസ്കഷനിലാണ്. حتى النهاية في قلبكم صدق الكلام في قلبكم صدق. അങ്ങനെ നമ്മൾ ഭക്ഷണം എത്തിയിട്ടുണ്ട്. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഫുഡ് ചിക്കൻ ബിരിയാണി വിത്ത് റൈസ്, അതേപോലെ ചോക്ലേറ്റ്സ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ബിരിയാണി ഉണ്ട്, ഇത് ആപ്പിൾ ജ്യൂസ്, അതേപോലെ ഇപ്പോൾ ഒരു ബോട്ടിൽ വാട്ടർ, ഒരു ബേക്കഡ്, അതേപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ്, ഡെസേർട്ട്, ഇതും വേറൊരു ഡെസേർട്ട്, അങ്ങനെ കുറച്ച് സ്പെഷ്യൽസ് ഉണ്ട്. ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ഫേവറേറ്റ് ഐറ്റം ഈ ഡെസേർട്ടാണ്. ഇതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പതിയെ കഴിക്കുകയാണ്. കാരണം അത്രയും ആസ്വദിച്ച് കഴിക്കാമല്ലോ. നേരെ മറിച്ച് ഫുള്ളായിട്ട് ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്
അത് പെട്ടെന്ന് കഴിഞ്ഞാലെന്ന് കരുതിയിട്ട് പതിയെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അത്ര ഇഷ്ടമായി. ഫുഡ് എല്ലാ നിലക്കും എല്ലാം, ബിരിയാണി ആയാലും മറ്റു ഐറ്റംസ് ആയാലും ഒക്കെ എല്ലാം. ഫ്ലൈറ്റിലെ ഫുഡ്, എമിറേറ്റ്സ് കൊടുക്കുന്ന ഫുഡ് ഒന്നും പറയാനില്ല. ബെസ്റ്റ് ക്വാളിറ്റി ഫുഡ്. താങ്ക്സ് ഫോർ എമിറേറ്റ്സ്. മാഷാ അല്ലാഹ്, സൗദി അറേബ്യയിലും എത്തിയിരിക്കുന്നു. مثل السحاب والغمام بوركتم من رب دوما حققتم جيل الأعلام حققتم. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഉംറ നിർവഹിക്കാൻ സാധിച്ചു. 2 ദിവസം മക്കയിൽ താമസിച്ച് അവിടുന്ന് ഉംറ നിർവഹിച്ച് ഇനി ഞങ്ങൾ പോകുന്നത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് ചെല്ലാൻ പോവാണ്, മദീനത്തേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ആകാംക്ഷയിലും അതുപോലെ തന്നെ അതിൻ്റെ സന്തോഷത്തിലാണുള്ളത്. അൽഹംദുലില്ലാഹ്. പഠിച്ചവൻ എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല. ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അവിടെ എത്താനും അതുപോലെ തന്നെ ഉംറ ചെയ്യാനൊക്കെ എല്ലാവർക്കും തൗഫീഖ് ഉണ്ടാവട്ടെ ഞാൻ ദുആ ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മക്ക മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ കാണുന്ന സമയത്ത് ഒരു എയർപോർട്ട് പോലെ ഫീൽ ചെയ്യുന്നു സത്യമായിട്ടും. കാരണം ഇവിടുത്തെ നമ്മൾ ഒരു പല മെട്രോ സ്റ്റേഷൻ നമ്മൾ പോയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ അവിടുത്തെ പല മെട്രോ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള അങ്ങനെ പല സ്ഥലത്തും പോയ സമയത്ത് അവിടെ ഒന്നും കാണാത്ത ഒരു പ്രത്യേക സർവീസാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ വിഷ്വൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ. അൽഹംദുലില്ലാഹ് ഞങ്ങളെ യാത്ര ആരംഭിച്ച് മദീനത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. നമ്മൾ പല മെട്രോയിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു മെട്രോ യാത്ര എന്നുള്ളത് ജീവിതത്തിലെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. മാത്രമല്ല ഇതിന് പ്രത്യേകത കൂടിയുണ്ട്. ഏകദേശം 800-900 km/h സ്പീഡിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രത്യേകത കൂടി നമ്മുടെ ഈ ഒരു മെട്രോയ്ക്ക് ഉണ്ട്. മാഷാ അല്ലാഹ്, നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അതിയായ സന്തോഷം. അതിൽ ഈ ഒരു ഇതിൽ സഞ്ചരിക്കാൻ പറ്റിയതിലും അതിയായ സന്തോഷം. അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും നമ്മൾ ഇൻഷാ അല്ലാഹ് മദീനത്തേക്കുള്ള യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം ഏകദേശം 1 മണിക്കൂറും 20 മിനിറ്റാണ് അങ്ങോട്ടേക്കുള്ളത്. أهلا وسهلا قولا ولحنا منا لكم كل احترام أنتم بنيتم أنتم زرعتم بهم. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്ന പള്ളി ഏതാ? മസ്ജിദ് ഖുബ. ആ മസ്ജിദ് ഖുബയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ഇവിടുത്തെ അസർ ജമാഅത്തിൽ പങ്കെടുക്കാനും സാധിച്ചു. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ് ഭയങ്കര ജനബിഡാണ് ഇവിടെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു ശനിയാഴ്ച ദിവസത്തിൽ പ്രത്യേകം സുന്നത്താണ്. ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുന്നതാണ് മഹത്തുക്കളായ ആളുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്.
حبا الأنام يا دعاة رب السماء يا من صنعتم في الأرض نورا يا قلوبا فيها دعاة رب السماء يا من صنع. അൽഹംദുലില്ലാ, പരിശുദ്ധമാക്കപ്പെട്ട ഉംറയും സിയാറത്തും വളരെ ഭംഗിയായിട്ട് റാഹത്തോടെ നിർവഹിക്കാൻ സാധിച്ചു. ഞാനിപ്പോൾ ഉള്ളത് ജിദ്ദയിലാണ്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, ജ്യേഷ്ഠനടക്കം അവരൊക്കെ ഉള്ളത് ഇവിടെ വർക്ക് ചെയ്യുന്ന ജിദ്ദയിലാണ്. ഓരോപ്പൊന്ന് കൂടി സംസാരിച്ച് സന്തോഷത്തോടെ കൂടെ ഇരുന്ന് കുറഞ്ഞ ദിവസം ഇവിടെ കൂടിയിട്ട് നാട്ടിലേക്ക് തിരിക്കാമെന്ന് കരുതി അങ്ങനെ ഇവിടെ നിൽക്കുകയാണിപ്പോൾ. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ജിദ്ദ ഒന്ന് എക്സ്പ്ലോറേഷൻ ചെയ്തിട്ട് പറ്റുന്ന കണ്ടന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. സോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ തുടക്ക വ്ളോഗായതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ, പ്രയാസങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത് എന്തൊക്കെ എവിടെയൊക്കെ മാറ്റം വരുത്തേണ്ടതുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്കത് തിരുത്താനും പറ്റുമല്ലോ. അതൊക്കെ തിരുത്തി മെച്ചപ്പെടുത്തി വരും വീഡിയോകളിൽ ഒന്നുകൂടെ ഉഷാറാക്കിയിട്ട് മുന്നോട്ട് പോകണം കരുതുന്നു. ഏതായിരുന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ എനിക്ക് കൂടുതൽ വിഷ്വൽസ് എടുക്കാൻ പറ്റാത്ത ഇടത്ത് ഫോട്ടോ വെച്ച് വരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ഓപ്പണായിട്ട് പറയാമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പോരായ്മകളും ബുദ്ധിമുട്ടുകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണമെന്ന് ആദ്യമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. വരും വീഡിയോകളിൽ അതെല്ലാം മെച്ചപ്പെടുത്തി, അതെല്ലാം പരിഗണിച്ച്, അതെല്ലാം തിരുത്തി മെച്ചപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകണം കരുതുന്നു. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ, ടാറ്റാ, അസ്സലാമു അലൈക്കും.